ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇവർ വിവാഹിതരായാൽ സീരിയലിന്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഭൂമി വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അച്ഛനോട് ഞാൻ പറഞ്ഞതല്ലേ, എന്നോട് പറഞ്ഞിട്ട് വേണം പോവാനെന്ന്, എന്റെ അച്ഛൻ പറയാതെ ഇങ്ങോട്ടേക്ക് വന്നു അല്ലേ എന്ന് പറയാണ്. ശേഷം ഭൂമി പറയണ്ട്, ഹോ അവിടെ എന്ത് രസമാണ് അച്ഛാ, എന്തോരോ ആൾക്കാരാ, മുത്തശ്ശി, ചെറിയമ്മ, ചെറിയച്ഛൻ, അമ്മായി, അമ്മാവൻ, ചിറ്റമ്മ, അങ്ങനെ എന്തോരം പേരാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ താങ്ങി നിർത്താൻ ഒരുപാട് പേര്, സമാധാനിപ്പിക്കാൻ ഒരുപാട് പേര്. ഹോ ആ മുത്തശ്ശി എന്ത് സൂപ്പറാണെന്നറിയാവോ, അവിടുത്തെ ആൾക്കാർക്കൊക്കെ എന്ത് സ്നേഹമാണെന്നറിയാവോ, അവിടുത്തെ മുത്തശ്ശി ഭയങ്കര സൂപ്പറാ. അച്ഛാ നമുക്ക് അതുപോലത്തെ ഒരു മുത്തശ്ശിനെ വേണം. അതിന് ഞാനിപ്പോ എവിടെ നിന്ന് ഉണ്ടാക്കാനാ? അതെ, ഇപ്പത്തെ ന്യൂജൻ പിള്ളേരെ ഈ മുത്തശ്ശിമാരെയൊക്കെ ലേലത്തിന് വെക്കുന്നുണ്ടെന്നാ കേട്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലേലത്തിൽ പങ്കെടുത്ത് ഒരു മുത്തശ്ശിനെ വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ഭൂമി ചിരിക്കുകയാണ്. അത് കേട്ട് നമ്മുടെ അച്യുതനും ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അംബിക വരുന്നുണ്ട്. മോളെ, നിനക്ക് ചായ എടുക്കട്ടെ കുടിക്കാൻ? എനിക്കിപ്പോ ഒന്നും വേണ്ടമ്മേ. അതല്ലമ്മേ, ഒരു കാര്യം. എന്താ മോളെ? അതെ, ഞാൻ ഇന്ന് ആ വീട്ടിൽ പോയില്ലേ, ആ വീട്ടിൽ കയറിയപ്പോഴും ഞാൻ ഇതിനു മുമ്പ് ആ വീട്ടിൽ പോയ പോലത്തെ ഒരു തോന്നല്, അവിടെ ഞാൻ കളിച്ച് നടന്ന പോലത്തെ ഒരു തോന്നല് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോ അച്യുതന്റെ മുഖമൊക്കെ ആകെ മാറുക കേട്ടോ. അച്യുതനോട് ഭൂമി ചോദിക്കേണ്ട, അല്ല അച്ഛാ, ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും എന്നെ ആ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടോ? ഞാനെങ്ങനെ കൊണ്ടുപോകാനാ മോളെ? ഇല്ല അല്ലേ? അങ്ങനെയൊക്കെ ഒരു തോന്നല. അത് കേട്ടിട്ട് നമ്മുടെ അംബിക പറയേണ്ടത് വേറൊന്നുമല്ല മോളെ, നമുക്ക് ചില സ്ഥലങ്ങൾ കാണുമ്പോഴേ ഇതിനു മുമ്പ് കണ്ട പോലെ, ഇതിനു മുമ്പ് പോയ പോലെയൊക്കെ സ്വപ്നത്തിൽ തോന്നത്തില്ലേ, അത്രേ ഉള്ളൂ അത്. ചിലപ്പോ അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഭൂമി അകത്തേക്ക് പോവാണ്. ആ സമയത്ത് അച്യുതൻ മനസ്സിൽ വിചാരിക്കണം, ഈശ്വര എന്റെ മോള് എന്റെ കൈ വിട്ടു പോകു ഭഗവാനെ എന്നൊക്കെ ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കണ ഭവാനിനെയാണ്. ഭവാനി ആ ഗുണ്ടേനെ വിളിക്കുന്നുണ്ട്. അതെ, ആ അച്യുതൻ മനഃപൂർവ്വം എന്നെ പറ്റിക്കായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുന്ന് സംസാരിക്കുന്ന സമയത്ത് ആരോ പുറത്തേക്ക് നമ്മുടെ സംസാരം കേട്ട് ഓടി പോകുന്ന പോലെ നമുക്ക് തോന്നിയില്ലേ, അത് വേറെ ആരുമല്ല, ആ അച്യുതനാ. അയാൾ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്, അതെന്താന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാണ്. അപ്പൊ ആ ഗുണ്ട പറയണ്ട, ശരി ഞാനത് വേണ്ട പോലെ ചെയ്തോളാം എന്ന് ആ ഗുണ്ടയും പറയാട്ടോ. പിന്നീട് കാണിക്കണത് നമ്മുടെ അഞ്ജനേനെയാണ്. അഞ്ജന കുടിച്ചോണ്ടിരിക്കുകയാണ്. ആ റാസ്കൽ, ആ വേലക്കാരത്തി, ആ പലഹാരം ഉണ്ടാക്കുന്ന അവള്, ആ ലോക്കൽ സെറ്റപ്പ് ഉള്ളവള്, അവളെന്റെ മുഖത്തിട്ട് അടിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും മദ്യപിക്കുകയാണ് അഞ്ജന. എന്നിട്ട് ആ രംഗം ആലോചിക്കുകയാണ് ഭൂമി. അഞ്ജനയുടെ മുഖത്തേക്ക് ഒരു ആഞ്ഞടിച്ച ആ രംഗം ആലോചിക്കാട്ടോ. ഓ, എനിക്ക് ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ദേഷ്യം കൂടി കൂടി വരുവാണ്. റാസ്കൽ എന്ന് പറഞ്ഞിട്ട് ഒച്ചെടുക്കുകയാണ്. ആ ഒച്ച കേട്ട് നമ്മുടെ ഭവാനി ഓടി വരുന്നുണ്ട്. എന്താ മോളെ, എന്താ പ്രശ്നം ചോദിക്കുമ്പോ അവളുണ്ടല്ലോ, ആ ഭൂമി അവളെന്റെ മുഖത്തിട്ട് അടിച്ചു എന്ന് പറയാണ്. പെട്ടെന്നാണ് ഭവാനെ നിലത്തേക്ക് നോക്കുമ്പോൾ വലിയ മദ്യക്കുപ്പിയും മദ്യം കയ്യിലുള്ള ഗ്ലാസുകളും ഒക്കെ നിരന്നിരിക്കട്ടെ. മോളെ, നീ എന്തേ കാണിക്കണത്? നിനക്ക് ഈ ശീലം തുടങ്ങിയോ? എന്താ മോളെ ഇത്? നിനക്ക് ഈ മദ്യം ആരെത്തിച്ചു ഇവിടെ? അതോ ഡൽഹിയിൽ നിന്ന് അപ്പോ നീ മദ്യമായിട്ടാണോ വന്നത്? കേട്ടിട്ടുണ്ട് ഇപ്പത്തെ പിള്ളേരുടെ ട്രെൻഡ് മദ്യപിക്കുമെന്ന്. അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടി വന്നാൽ മദ്യപിക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും ആഘോഷം വന്നാൽ മദ്യപിക്കുക, സങ്കടം വന്നാൽ മദ്യപിക്കുക, സന്തോഷം വന്നാൽ മദ്യപിക്കുക. ഇപ്പൊ പുതിയൊരു ചടങ്ങ് കൂടിയുണ്ടല്ലോ, മരണ വീട്ടിൽ മരണം കഴിഞ്ഞിട്ട് മദ്യപിക്കുക. അതുപോലെ നീയും തുടങ്ങിയോടി എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് എന്റെ വിഷമം സഹിക്കാൻ പറ്റുന്നില്ലമ്മേ. അവളെല്ലാം നശിപ്പിച്ചു. ആ ഭൂമി. നീ എന്തീ പറയണത്? അവളെന്റെ മുഖത്തിട്ടടിച്ചപ്പോ അജയ് ചോദിച്ചു പോലില്ല. അവനെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? അവൻ എന്നെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും? ആരെങ്കിലും എന്റെ മുഖത്തടിച്ചാൽ പോലും ചോദിക്കാൻ അവളുടെ നാവ് പൊങ്ങുന്നില്ല. എനിക്ക് അവനൊരു വിശ്വാസം തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് എടുത്തൊരു നിലത്തെറിഞ്ഞ് പൊട്ടിക്കുകയാണ് അഞ്ജനാട്ടോ. ആ ശബ്ദം കേട്ട് മുത്തശ്ശിയും സംഗീതയും അതുപോലെ മാധവനും ഒക്കെ അവിടേക്ക് വരുന്നുണ്ട്. അത് കാണുമ്പോഴേക്കും മുത്തശ്ശിക്ക് ഞെട്ടിപ്പോവാണ്. മുത്തശ്ശി ഇങ്ങനെ നോക്കണം. അപ്പോഴേക്കും അഞ്ജന നിലത്തേക്ക് വീണു കേട്ടോ. മദ്യപിച്ച് ലക്ക് കെട്ട് നിലത്തേക്ക് തലയും കുത്തി വീണു. അപ്പോഴേ അത് കണ്ടിട്ടാണ് മുത്തശ്ശി അവിടേക്ക് വരുന്നത്. എന്താ ഭവാനി ഇത്? നിന്റെ മോള് ഡൽഹിയിൽ പോയപ്പോ മദ്യപിക്കാനും തുടങ്ങിയോ? നിന്റെ വളർത്തു ദോഷം എന്ന് പറയണം അമ്മേ. സത്യോട്ടും ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല അമ്മേ. അവള് മദ്യപിക്കുന്ന കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പോലും. നിന്റെ മോളുടെ അവസ്ഥ നല്ല അവസ്ഥ, ആണുങ്ങൾ പോലും ഇങ്ങനെ മദ്യപിക്കില്ലല്ലാടി എന്ന് പറയാണ്. എന്തായാലും ഇതിന്റെ കണ്ണിൽ കാണിച്ചു തന്നത് നന്നായി. ഇനി എനിക്ക് അജയും അതുപോലെ തന്നെ ഇവളുടെ വിവാഹം ഒന്നും കൂടി ആലോചിക്കണം എന്ന് പറയണം അമ്മേ. ഞാൻ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനി എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇവളെ? കുടിച്ച് ലക്ക് കെട്ടി ഇവളെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണെന്ന് ഞാൻ പറയലേ, എല്ലാം നിന്റെ വളർത്തുദോഷം തന്നെയാണ്. നീയും അഞ്ജനും എപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നു പറയുമ്പോ നിങ്ങൾക്കൊരു വീട്ടിൽ സ്ഥാനം ഉണ്ടെന്ന് നിങ്ങൾ തോന്നട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സന്തോഷമെങ്കിലും വരട്ടെ
വെച്ചിട്ടാണ് അജയിന് ഇഷ്ടമില്ലാണ്ടും അവന്റെ സമ്മതം പോലും നോക്കാണ്ട് ഞാൻ അഞ്ജനായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചത്. അപ്പോ ഇവൾ ഇങ്ങനത്തെ തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാലേ നാളൊരു സമയത്ത് അജയ് എന്റെ മുഖത്ത് നോക്കി ചോദിക്കും, ഇങ്ങനത്തെ ഒരു പെണ്ണിനെയാണോ മുത്തശ്ശി എന്റെ തലയിൽ കെട്ടിവെച്ചെന്ന്. അപ്പൊ എന്റെ കൊച്ചുമോനോട് ഞാൻ എന്ത് മറുപടി പറയും? അതുകൊണ്ട് എനിക്കിതൊന്നും കൂടി ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മുത്തശ്ശി മാധവന്റെ മുഖത്തേക്ക് നോക്കാണ്. മാധവനോട് ചോദിക്കണ്ടേ, എന്താ മാധവേ, നീ ആ മദ്യക്കുപ്പി നോക്കിക്കൊണ്ടിരിക്കുകയാണോ? എന്താ നിനക്ക് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? കുടിച്ചോ, എത്ര വേണമെങ്കിലും കുടിച്ചോ. പക്ഷേ ഗേറ്റുള്ള വഴി അറിയാലോ, ഗേറ്റ് വഴി പുറത്തേക്ക് പോയിട്ട് എന്താ അഞ്ച ചെയ്തോ. ഈ കുടുംബത്തിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞതനുസരിച്ച് നിൽക്കണം. സംഗീതേ, മാധവേ വാടാ എന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശി പോവുകയാണ്. ഭവാനിക്കാണെങ്കിൽ ദേഷ്യം വരുവാട്ടോ. പിന്നീട് കാണിക്കണം നമ്മുടെ ഭൂമിനെയാണ്. ഭൂമിയും അച്യുതനും നമ്മുടെ അംബികയും കൂടി കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് അച്യുതൻ പറയുന്നുണ്ട്, കഞ്ഞിയുടെ കൂടെ പയറും അതുപോലെ തന്നെ അതിന്റെ കൂടെ ഒരു പപ്പടം, അതാണ് അതിന്റെ ഒരു കോമ്പിനേഷൻ. അപ്പോ അംബിക പറയണ്ട, അതെ പപ്പടം അധികം കഴിക്കേണ്ട, രുചി കുറയും. കുറയും. രുചി കുറഞ്ഞാലും പപ്പടം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അല്ലേ അച്ഛാ? അതെ എന്ന് അച്യുതൻ പറയാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ ഭൂമി ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഭവാനി ചോദിക്കുന്നുണ്ട്, നമ്മുടെ അംബിക ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നീ ഇന്ന് അവിടെ പോയിട്ട് സൗഭാഗ്യപുരത്ത് പോയിട്ടുള്ള വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ, അവിടുത്തെ വിശേഷം പറ എന്ന് പറയുമ്പോഴേക്കും ഭൂമി പറയണ്ട, അവിടെ പോയപ്പോ വിശേഷം എന്ന് പറഞ്ഞാലേ അമ്മേ ഇല്ലേ, അവിടെ ഒരു റൂമില് ഒരു കുട്ടിയുടെ ഫോട്ടോ ഞാൻ കണ്ടു. 2.5 വയസ്സുള്ള കുട്ടിയാ, അവിടുത്തെ സത്യൻ സാറിന്റെ മോളാന്ന്. ആ കുട്ടിനെ കണ്ടപ്പോഴേ അത് പറയാൻ തുടങ്ങുമ്പോ തന്നെ അച്യുതൻ പെട്ടെന്ന് അതിനെ നിങ്ങളുടെ ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നു എന്ന് പറയാണ്. എന്താ വെച്ചാ, നമുക്ക് നാളെ തന്നെ നമ്മുടെ നാട്ടിൽ പോകണം. എന്താ വെച്ചാ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു തോന്നല്? അംബിക പറയണ്ടേ, എന്താ മനുഷ്യ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഭൂമി പറയാട്ടോ, അച്ഛൻ അങ്ങനത്തെ ആഗ്രഹം ഉണ്ടെങ്കിൽ ശരി, നമുക്ക് നാട്ടിൽ പോവാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അച്ഛൻ അറിയാലോ, ലോൺ എടുത്തിട്ട് ആ കോഫി ഹൗസ് തുടങ്ങിയത്, ഇപ്പൊ അവിടെ കച്ചവടം വന്ന് തുടങ്ങുന്നുണ്ട് അച്ഛാ. അംബിക പറയണ്ട്, മോള് പറഞ്ഞത് കേട്ടില്ലേ, കച്ചവടം വന്ന് തുടങ്ങുന്നുണ്ടെന്ന്. പിന്നെ മാസം അവൾക്ക് ലോൺ എടുക്കേണ്ട മനുഷ്യ, നാട്ടിൽ പോയി എന്ത് ജോലി അവള് ചെയ്യാനാ? അതൊന്നും കുഴപ്പമില്ല അമ്മേ, അമ്മ വെറുതെ അച്ഛനെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട. അച്ഛനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും നാട്ടിലേക്ക് അച്ഛൻ്റെ കൂടെ വരാം. പക്ഷെ അച്ഛൻ കുറച്ച് സാവധാനം ഈ മോൾക്ക് തരണം. ശരി എന്ന് പറഞ്ഞിട്ട് അച്യുതൻ എഴുന്നേക്കാണ്. അല്ല, നിങ്ങൾ ഫുഡ് കഴിക്കുന്നില്ലേ എന്ന് അംബിക ചോദിക്കുമ്പോ വേണ്ട, വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അച്യുതൻ ഇപ്പോൾ അകത്തേക്ക് പോവാട്ടോ. ഭൂമിയും എഴുന്നേക്കുന്നുണ്ട്, എന്താ മോളെ നീ കഴിക്കുന്നില്ലേ? ഒന്നും വേണ്ടമ്മേ, എനിക്കും വിശപ്പ് തോന്നണില്ല. നിനക്ക് ഇഷ്ടമാണല്ലോ കഞ്ഞിയും പയറും. അതെ അമ്മേ, എനിക്ക് വേണ്ട, എന്തോ ഒട്ടും വിശപ്പ് തോന്നണില്ല. പിന്നെ അച്ഛൻ നാട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞല്ലോ, അതിന്റെ പേരിൽ അമ്മ അച്ഛനെ കുറ്റപ്പെടുത്തല്ലേ, അച്ഛനെ വിഷമമാകും. ഞാൻ ഒന്നും ചോദിക്കുന്നില്ല എന്ന് അംബികയും പറയണം. ശേഷം നമ്മുടെ ഭൂമി കിടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. കിടക്കുന്ന ഭൂമി ഒരു സ്വപ്നം കാണാണ്. തന്റെ സ്വന്തം അമ്മേനാണ് ഭൂമി സ്വപ്നം കാണട്ടോ. തന്റെ അമ്മ തന്നെ ലാളിക്കണതും കൊഞ്ചിക്കണതും കൊണ്ടേ നടക്കണതും ഉമ്മ തരുന്നതും പാട്ട് പാടുന്നതും താരാട്ട് പാടി ഉറക്കുന്നതും നെഞ്ചിൽ കിടത്തി ഉറക്കുന്നതും എല്ലാം തന്നെ സ്വപ്നം കാണുന്നത്. എല്ലാം കാണുന്നത് നമ്മുടെ സൗഭാഗ്യപുരത്തിന് മുറ്റത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ട ഭൂമി പെട്ടെന്ന് ചാടി എഴുന്നേക്കാണ്. ആ താരാട്ട് പാട്ട് തന്നെ 2-3 മിനിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഭൂമി ചാടി എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈശ്വര, ഞാൻ കണ്ട കുട്ടി അത് സത്യൻ സാറിന്റെ മോളല്ലേ, പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യനല്ലേ ഞാൻ കണ്ടത്. അപ്പോ ഇനി ഞാനെന്താ അവരെ കണ്ടത് സ്വപ്നം? ചിലപ്പോ സത്യൻ സാർ എന്നിടത്ത് അദ്ദേഹത്തിന്റെ കഥകളൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കും ഞാൻ അവരെ സ്വപ്നം കണ്ടത് എന്ന് പറഞ്ഞിട്ട് ഭൂമി ആശ്വസിച്ച് വീണ്ടും കിടക്കുവാട്ടോ. പിന്നീട് കാണിക്കാൻ രാവിലെയാണ്. രാവിലെ തന്നെ നമ്മുടെ അഞ്ജന ലെക്കൊക്കെ കേട്ട് പതുക്കെ എഴുന്നേക്കുവാട്ടോ. എഴുന്നേക്കുമ്പോ തന്നെ ഭവാനി അവിടേക്ക് വരുന്നുണ്ട്. അഞ്ജനയുടെ മുഖത്തേക്ക് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. അമ്മ എന്ന് പറയുമ്പോ, നീ ഇന്നലെ കാണിച്ചു കൂട്ടിയതൊക്കെ നിനക്ക് വലിയ ഓർമ്മയുണ്ടോടി? ഇല്ലമ്മേ, ഒരു ഓർമ്മയില്ല. എങ്കിലേ നിന്നെ കാണിച്ചു കൂട്ടിലൊക്കെ മുത്തശ്ശി കണ്ടു. എന്നിട്ട് മുത്തശ്ശി എന്ന് പറഞ്ഞു, എന്നെ നന്നായിട്ട് ആദരിച്ചു, നിന്നെ ഈ രീതി വളർത്തി വഷളാക്കിയതിന് എല്ലാ കുറ്റവും എനിക്കാ തന്നത്. നീ ഇങ്ങനെ വളർത്തി വഷളാവാൻ കാരണം ഞാൻ വളർത്തിയത് കൊണ്ടാണെന്ന് വരെ പറഞ്ഞു. അത് മാത്രല്ല, നിന്റെ അജയന്റെ വിവാഹക്കാരെ പരിശോധിക്കണോന്ന്. പുനർപരിശോധനയോ എന്ന് വെച്ചാൽ എന്താ? എന്നുവെച്ചാൽ ഒന്നും കൂടി ആലോചിക്കണോന്ന്. അയ്യോ അമ്മേ, ഇതിനെന്താ ഒരു പോംവഴി, എന്താ ഒരു റെമഡി എന്ന് ചോദിക്കുമ്പോഴേക്കും, റെമഡി ഞാനൊന്നും പറയുന്നില്ല അമ്മേ, എങ്ങനെയെങ്കിലൊക്കെ എന്നെ സഹായിക്കാമേ. ശരി, നീ കുളിച്ച് റെഡിയായിട്ട് വാ, നമുക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞിട്ട് ഭവാനി അപ്പുറത്തേക്ക് പോവാണ്. അങ്ങനെ അഞ്ജന ഷൂ എല്ലാം നശിച്ചു പോയല്ലോ എന്ന് വെച്ചാൽ അഞ്ജനയും കുളിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ശേഷം ആ ഒരു ഭാഗമൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും തീർന്നത് കേട്ടോ. അത്രയും ഭാഗം തന്നെ കാണിച്ചുള്ളൂ. പിന്നെ നാളത്തെ പ്രൊമോയില് നമ്മുടെ ഭൂമി എപ്പോഴും ഈ വിചാരം തന്നെയാണ്, തന്റെ സ്വന്തം അമ്മയുടെ വിചാരം തന്നെയാണ് ഭൂമിക്ക്. അപ്പൊ അങ്ങനത്തെ ഭാഗങ്ങളാണ് നാളത്തെ പ്രൊമോയിലും കാണിക്കുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഉണ്ടായുള്ള അജയനൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചില്ല കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.